ഹായ്, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ഞാനിന്ന് കണ്ണൂരപ്പം ഉണ്ടാക്കാൻ പോവുക. കണ്ണൂരുകാരുടെ സ്പെഷ്യലപ്പം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? അപ്പോൾ ഇന്നലെ അരി ഇച്ചിരി കുറച്ചെടുത്ത് പച്ചരി എടുത്ത് വെള്ളത്തിൽ ഇട്ടു. അപ്പോൾ അത് കഴുകി വാരി മിക്സിയിൽ ആക്കി അപ്പോൾ അത് അരയ്ക്കാൻ പോവുക. പകുതി ആവുമ്പോൾ അരയണം, എന്നിട്ട് വേറെ സാധനങ്ങൾ ചേർക്കുന്നത് കാണിച്ചു തരാം. അപ്പം പകുതി അരച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളി സവോളയാട്ടോ എടുത്ത, ചെറിയ ഉള്ളി ഇല്ലാത്ത സവോളയും പെരിഞ്ചീരകവും. നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. കണ്ണൂരുകാരുടെ സ്പെഷ്യലാണ് മുട്ടയപ്പം. അതിലേക്ക് ഇനി കുറച്ച് തേങ്ങയും കൂടി ഇടണം. കുറച്ച് തേങ്ങ കുറച്ചും കൂടി ഇരുന്നോട്ടെ അല്ലേ, ഒരു ടേസ്റ്റ്. കുറച്ച് തേങ്ങ, നമ്മൾ കുറച്ച് അരിയല്ലേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് അരഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു മുട്ടയും കൂടെ ചേർക്കണം. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക്. ഇനി നമുക്ക് മുട്ടയിടാം. കണ്ണൂരുകാരുടെ സ്പെഷ്യലാണേ. ഇതേ ഉപ്പ്, നന്നായിട്ട് അരച്ചെടുക്കുക. അങ്ങനെ എണ്ണ ചൂടാകാൻ വെച്ച് ഇത് കണ്ടോ, വെള്ളം പോലെ വേണം കേട്ടോ, നല്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൊഴുപ്പൊന്നും വെള്ളം പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം എണ്ണ ചൂടാവട്ടെ, ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. എണ്ണ നല്ല ചൂടായി. അവിടെ കിടന്ന് വേവട്ടെ, നന്നായിട്ട് മൊരിയട്ടെ കേട്ടോ. കണ്ടോ, അങ്ങനെ നമ്മുടെ മുട്ടയപ്പം എല്ലാം റെഡിയായി കേട്ടോ. ഇതുണ്ട്, കുറേ ഉണ്ട്. അമ്മമാർക്കെല്ലാം കഴിക്കും. നല്ല മയമുള്ള നല്ല അടിപൊളി മുട്ടയപ്പം തീർത്ത് വന്നു കേട്ടോ അത്. അപ്പം മുട്ടയപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്ത് കാണിച്ചു തരാം. എന്താ മുട്ടയപ്പം, മുട്ടയപ്പം കറി എന്താന്ന് പറയണ്ടേ, ബീഫ്. അടിപൊളി നന്നായി ഫ്രൈ, ഒരു കുഴമ്പനായിട്ട് ബീഫ് കറി വെച്ച്. അപ്പം എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു ബീഫിൻ്റെ കഷ്ണം, സൂപ്പറാട്ടോ. അപ്പം ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. എങ്ങനെയുണ്ടെന്ന അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ പറയണം കേട്ടോ. ലൈക്കും ഷെയറും മറക്കല്ലേ, ഇവിടെ എന്നെ ഒരിക്കലും മറക്കല്ലേ. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. ബായ്.